കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് അലൈൻ ചെയ്യാൻ, സബ് കോൺഷ്യസ് മൈൻഡ് ഒരു ഭാഗത്തേക്കും കോൺഷ്യസ് മൈൻഡ് വേറൊരു ഭാഗത്തേക്കും പോവുകയാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡാണ് വിജയിക്കുകയുള്ളൂ. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബൈപ്പാസ് ആണ്. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള വളരെ ഈസി ആയിട്ട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കാനുള്ള ഒരു ബൈപ്പാസ് ആണ്. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്കം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി തീരുന്നു. Green Lives Coaching and Training Solution. നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മനസ്സിനെ എങ്ങനെ അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് രണ്ട് മനസ്സുകളുണ്ട്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്ന് കോൺഷ്യസ് മൈൻഡും പിന്നെ സബ് കോൺഷ്യസ് മൈൻഡും. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു ഐസ്ബർഗ് പോലെ. ഒരു ഐസ്ബർഗിനെ നമ്മളെ മൈൻഡുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും 10% മാത്രമാണ് കോൺഷ്യസ് മൈൻഡിന് നമുക്ക് റോളുള്ളൂ. അതേസമയത്ത് നമ്മുടെ പവർ ഹൗസ് സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെയും കോൺഷ്യസ് മൈൻഡിനെയും അലൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് അലൈൻ ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പേഴ്സണൽ മാസ്റ്ററിയാണ്. അതിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് സക്സസിൻ്റെ 25% മൈൻഡ് സെറ്റാണ്. അപ്പോൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂളുകൾ 10ഓളം ടൂളുകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂളിൻ്റെ കൂടെ തന്നെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ നമ്മുടെ കോൺഷ്യസ് മൈൻഡുമായിട്ട് അലൈൻ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കോൺഷ്യസ് മൈൻഡിനെ സബ് കോൺഷ്യസ് മൈൻഡ് അലൈൻ ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു ഭാഗത്തേക്കും കോൺഷ്യസ് മൈൻഡ് വേറൊരു ഭാഗത്തേക്കും പോവുകയാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡാണ് വിജയിക്കുകയുള്ളൂ. കോൺഫ്ലിക്റ്റ് സംഭവിച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡാണ് വിജയിക്കുക. സബ് കോൺഷ്യസ് മൈൻഡ് ആണ് ആക്ച്വലി പവർ ഹൗസ്. അപ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കോൺഷ്യസ് മൈൻഡുമായിട്ട് അലൈൻ ചെയ്യാൻ പ്രധാനമായിട്ട് നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഇൻ വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി തീരുമാനിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കാതെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്കം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി തീരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ മനുഷ്യർ ചിന്തിക്കുന്നത്, നമ്മൾ 90% ആളുകളും ചിന്തിക്കുന്നത് അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതാണ് ഡൗൺലോഡ് ചെയ്യപ്പെടുക. അപ്പോൾ നമുക്ക് ബോധപൂർവം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കോൺഷ്യസ് മൈൻഡുമായിട്ട് അലൈൻ ചെയ്യിക്കാൻ പറ്റില്ല. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ക്ലാരിറ്റി ഇൻ വാട്ട് യു വാണ്ട്. നമുക്ക് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അപ്പോൾ അതിൽ നമുക്ക് ഒത്തിരി ടെക്നിക്കുകളുണ്ട് ക്ലാരിറ്റി കൊണ്ടുവരാൻ. രണ്ടാമത്തെ കാര്യം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് അഫർമേഷനാണ്. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബൈപ്പാസ് ആണ്. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള വളരെ ഈസി ആയിട്ട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കാനുള്ള ഒരു ബൈപ്പാസാണ് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തതാണ് നമ്മൾ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഡ്രീം കൊളാഷ് സെറ്റ് ചെയ്യുക. നമ്മൾ ഡ്രീം കൊളാഷ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റി വളരെ പെട്ടെന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ നമുക്ക് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലൈൻ ചെയ്യാനും. നമ്മുടെ ഇന്നർ റിയാലിറ്റിയാണ് ആക്ച്വലി നമ്മളെ ഉള്ളിൽ നടക്കുന്നതാണ് ആക്ച്വലി ഔട്ടർ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. GREENLIVES Coaching and Training Solution.